പക്ഷേ അച്ഛൻ മരിച്ചു, ചേച്ചി വന്ന് പങ്കെടുത്ത് പോയതിന് ശേഷം ചേച്ചി അടുത്ത് വിളിച്ച് പറഞ്ഞ് ഇനി എല്ലാ ബുധനാഴ്ചയും ഷൂട്ട് സിനിമ. പിന്നീട് ഇടയ്ക്കിടയ്ക്ക് എന്നെ മാത്രം വിളിക്കും. ഇത്രയും പേരെ ഷിയാസ്ക്ക് ഇത്രയും പേരെ പരിചയപ്പെടുത്തിയെങ്കിലും ചേച്ചി എന്നെ മാത്രം ഇടയ്ക്ക് വിളിക്കുമ്പോൾ അവിടെ എഴുതുന്നത് സാജൻ പെടുത്തി, സ്ക്രിപ്റ്റ് എഴുതുന്ന സാജൻ പെടുത്തി ആയിരിക്കും, അല്ലെങ്കിൽ സാജി കുറിനൊക്കെ ആയിരിക്കുള്ളൂ. അപ്പോൾ അവരായിട്ടുള്ള ബന്ധം. പിന്നെ അവർ എഴുതി വന്ന ക്യാരക്ടറിൽ ഏതെങ്കിലും ഒരു ക്യാരക്ടർ എനിക്ക് എന്തെങ്കിലും രീതിയിൽ ചേച്ചി മാറ്റി വെക്കും. അങ്ങനെ മാറ്റി ഒരു ഏകദേശം ഒരു സജീവമായിട്ട് വന്ന സമയത്താണ് അച്ഛൻ്റെ മരണം. അച്ഛൻ 2004 മരിക്കുന്നത്. അപ്പോൾ ചേച്ചിയുടെയൊക്കെ ധാരണ നമ്മൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫാമിലിയിൽ നിന്ന് വരുന്ന ഒരാളെന്ന രീതിയിലാണ് കരുതിയിരുന്നത്. അച്ഛൻ്റെ മരണമായതുകൊണ്ട് ചേച്ചി വീട്ടിൽ വന്നപ്പോഴാണ് നമ്മുടെ ഒരു അവസ്ഥ ചേച്ചി കാണുന്നത്. ചേച്ചി കാണുമ്പോൾ ഉള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ അച്ഛൻ വലിയൊരു നേതാവൊക്കെ ആയിരുന്നു, പാർട്ടിയുടെ വലിയ നേതാവൊക്കെ ആയിരുന്നു. പക്ഷേ ആ ലെവലിലൊന്നും നമ്മളെ വീട് ആ ലെവലിലേക്ക് ഉയർന്നിട്ടുണ്ടായില്ല. സാധാ വീട്, സാധാ കുടുംബം, കല്യാണം കഴിച്ചിട്ടുണ്ട്. പക്ഷേ അച്ഛൻ മരിച്ചു, ചേച്ചി വന്ന് പങ്കെടുത്ത് പോയതിന് ശേഷം ചേച്ചി അടുത്ത് വിളിച്ച് പറഞ്ഞ് ഇനി എല്ലാ ബുധനാഴ്ചയും ഷൂട്ട് സിനിമ. അറിയാമല്ലോ, വിളി വരണമെന്നില്ല, എല്ലാ ബുധനാഴ്ചയും വന്നേക്കണം. ഒരു ബുധനാഴ്ച എന്നോട് ഒഴിവാക്കിയിട്ടില്ല. പിന്നെ അവിടെ നിന്ന് പിന്നെ നമുക്ക് വരുന്ന വേഷങ്ങളും കഥാപാത്രങ്ങളും ഈ സീനിയേഴ്സായിട്ടുള്ള ഹരിശ്രീ മാട്ടിച്ചേനെ പോലത്തെ ആൾക്കാരൊക്കെയാണ് ഓപ്പോസിറ്റ് നിൽക്കുന്നത്. അപ്പം അവരോടൊപ്പം നിൽക്കുക എന്ന് പറഞ്ഞാൽ അവരത്രയും വളരെ ടാലൻറ്റഡുള്ള ആർട്ടിസ്റ്റുകളാണ്, എക്സ്പീരിയൻസ് ആർട്ടിസ്റ്റുകളാണ്. അവർക്കൊപ്പമാണ് സാജൻ പെട്ടെത്തിയും സാജി കുടിയനും ഹരിശ്രീ മാട്ടിനും അടക്കമുള്ളവർക്കൊപ്പമാണ് നമ്മൾ നിർത്തുന്നത്.